ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഫോട്ടോഷൂട്ടിൻ്റെ വ്ളോഗാണ്. ഞാൻ ഫോട്ടോഷൂട്ടിന് പോകുന്ന ഒരു വ്ളോഗാണ്. മേ ബി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് തലേദിവസത്തെ എൻ്റെ പ്രിപ്പറേഷൻസാണ് കേട്ടോ. രാത്രി ഞാൻ എന്തൊക്കെ പോകുന്നതിന് മുന്നേ ചെയ്യുമെന്നുള്ളത്. സത്യത്തിൽ ഈ ഒരു ഡേയിലൊന്നും എനിക്ക് ഒട്ടും വയ്യായിരുന്നു. കുറച്ചൊരു എന്താ പറയുക, പല്ലിൽ ക്ലിപ്പ് ഇട്ടതിൻ്റെ ഒരു കുറച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ട് അന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. നല്ല പെയിൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഫേസ് ക്ലീനപ്പ് ചെയ്യുന്നുണ്ട്. ഒരു കോഫി സ്ക്രബ് വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ലൈറ്റായിട്ട് യോഗേർട്ടും നമ്മുടെ ഈ റൈസ് സംഭവം ഉണ്ടല്ലോ, റൈസ് പാച്ച്, ഈ അരി വേവിച്ചിട്ട് എടുക്കുന്ന ആ ഒരു സംഭവം കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10 to 15 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ഓഫ് ചെയ്ത് കളയും. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അതിനുശേഷം പല്ല് തേക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിൽ പുതുതായിട്ട് വാങ്ങിച്ച ഒരു പൂച്ചക്കുഞ്ഞാണ് കേട്ടോ. സോറി, ഞാൻ ചുമച്ചാണ്. മിസാന്നാണ് കേട്ടോ എൻ്റെ പേര്. ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഷൂട്ടിന് പോവാണ്. 6 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുനലൂർ ചെന്നിട്ട് ട്രെയിനിന് കൊല്ലത്തേക്ക് പോകുന്നത്. അപ്പോൾ 8 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ ഇവിടുന്ന് ബസ്സൊക്കെ കിട്ടി അവിടെ ചെല്ലുമ്പോൾ 7 മണിയാവും. അങ്ങനെ അവിടുന്ന് 7-7:30 ആവും. അപ്പം കറക്റ്റ് ടൈമിന് എത്താൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ സാധനങ്ങളെല്ലാം ഞാൻ ഈ ഒരു ബാഗിനകത്താണ് എടുത്തിട്ടുള്ളത്. കൂടെ നമ്മുടെ മേക്കപ്പ് ചെയ്യുന്ന ആളും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോസൊക്കെ എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു 7:45 ആയപ്പോഴത്തേക്കും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചി കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളൊന്നും രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചു. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടായിരുന്നു ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയം കൊണ്ട് ഞാൻ നെയിൽ പോളിഷും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ആ ഇരിക്കുന്ന ചേച്ചി നോക്കുന്ന കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തോ കന്നന്തിരും അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ലൈഡൊക്കെ വെച്ചിട്ട് ഞാൻ ഫ്രഞ്ച് നെയിൽസ് ഒപ്പിച്ചെടുക്കുകയാണ്. സോ അതായിരുന്നു അവിടെ. ഞങ്ങൾ കുറേ നേരം കാര്യം പറഞ്ഞ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ചേച്ചിയോട് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. പുള്ളിക്കാരി ഭയങ്കര പോസിറ്റീവായി കേട്ടോ. നല്ല കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. അപ്പം തന്നെ മൈൻഡൊന്ന് റിഫ്രഷായി. പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. സോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ നെയിൽ പോളിഷസ് എല്ലാം ഇട്ട് കഴിഞ്ഞിരുന്നു. നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ ലോ കോസ്റ്റ് നെയിൽ പോളിഷ്. ചേച്ചിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സോ അപ്പോൾ ഇതാണ്. അപ്പോൾ ഞങ്ങൾ കുറേയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ എടുത്തു. ഞാനിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് കുറേ നേരം ഉറങ്ങി. ഒന്നാമത്തെ കാര്യം എനിക്ക് ഉറക്കം ശരിയായില്ല. രണ്ടാമത്തെ കാര്യം എനിക്ക് വയ്യ. അങ്ങനെയൊക്കെ ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 9:30 ആയപ്പം കൊല്ലത്ത് സ്റ്റേഷനിൽ വന്ന് ഫ്രഷൊക്കെ ആയിട്ട് പയ്യെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഫോട്ടോഗ്രാഫർ വിളിച്ചിട്ട് ഇന്ന സ്ഥലത്തൊന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കൊല്ലത്ത് ആർട്ടിമോളിലായിരുന്നു. ഒരു 11 മണി വരെ വെയിറ്റ് ചെയ്തു. പിന്നെ അതിന് ശേഷം പുള്ളിക്കാരൻ വന്ന് ഞങ്ങൾക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസ് കണ്ടെത്തി തന്നു. പുള്ളിക്കാരൻ്റെ ഏതോ റിലേറ്റീവിൻ്റെ വീട്ടിലാണ്. അപ്പം ഞാനും ചേച്ചിയും കൂടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒരു മണിക്കൂറൊക്കെ വേണ്ടി വന്നു കേട്ടോ ഞങ്ങൾക്കിത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നി, എന്നെ കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ, പിന്നെ മേക്കപ്പൊക്കെ നന്നായിട്ട് വരുമോ എന്നുള്ളൊരു പേടിയും. കാരണം ഫുൾ എൻ്റെ ആ ഒരു ലുക്ക് തന്നെ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവും. ഇപ്പം താഴെ വീഴുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. ഫുൾ ഡാർക്ക് സർക്കിൾസ് അങ്ങനെയൊക്കെ കുറേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഹാപ്പൻ ആയി. സോ അപ്പോൾ ഞങ്ങൾ ഫേസിലെ മേക്കപ്പ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ മിനിമലായിട്ടുള്ള മേക്കപ്പ് ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പിക്ചറൊക്കെ അയച്ചു കൊടുത്ത് അതേപോലെ മതി എന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരി എനിക്കാണെങ്കിൽ ഒട്ടും തന്നെ ഈ അധികം മേക്കപ്പ് ഇടുന്ന ഇഷ്ടമല്ല. ഞാൻ തള്ളുമല്ല, സത്യമായിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ മേക്കപ്പ് വാരി ഇടുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ പോലാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറച്ച് മേക്കപ്പേ ഇടത്തുള്ളൂ, 1 ലെയർ അത്രയൊക്കെ ഞാൻ ഇട്ടുള്ളൂ. അപ്പം പുള്ളിക്കാരി എന്നെ ഉപദേശിക്കുകയാണ്, എന്തായാലും മോഡലിങ് ചെയ്യാണ്, അപ്പം മേക്കപ്പൊക്കെ കുറച്ചും കൂടെ അത്യാവശ്യത്തിൽ ഇടാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുടി വെട്ടണം, മുടി കുറച്ചും കൂടെ സ്റ്റൈൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മുടി കുറച്ചും കൂടെ വളരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ റിസൾട്ട്. എനിക്ക് സത്യത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒരു മിനിമൽ മേക്കപ്പ് ലുക്ക് ഞാൻ കാണിച്ച പോലെയൊക്കെ തന്നെ ഏകദേശം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു 5 കിലോമീറ്ററിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ടായിരുന്നു സ്റ്റുഡിയോ വന്നിട്ട്. പിന്നെ അവിടെ ചെന്ന് ഞങ്ങളിതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഫുള്ളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു. 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരനായിരുന്നു എൻ്റെ ഫോട്ടോഗ്രാഫർ. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വർക്ക് കൊടുക്കാനാണെങ്കിൽ ഞാൻ ഇവിടെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ നെയിം കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സോ അപ്പോൾ ഇതാണ് ഞങ്ങൾ എല്ലാ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല നേരത്തെ ആ ഒരു പേടി പിന്നെയും വന്നു. കാരണം ഞാൻ എവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പോലെ, എന്നെ മാത്രം എല്ലാവരും നോക്കുന്ന പോലെ ഒരു സ്റ്റേജ് ഫിയർ അത് വന്നു. പിന്നെ കുറേ നേരം ഞാൻ ഇങ്ങനെ എന്താ പറയുക, ഒട്ടും അങ്ങോട്ട് പറ്റുന്നില്ല. സോ അപ്പോൾ കുറേയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഓരോ ഷോട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് നിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് എൻകറേജ് ചെയ്തു. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഫൈനലായിട്ട് സെറ്റായി, ഇനി ചെയ്യാം എന്നുള്ളൊരു മൈൻഡായി. പിന്നെ അതിനുശേഷം പറഞ്ഞു ഒരു BTSൻ്റെ പാട്ടൊക്കെ ഇട്ട് തന്നാൽ കുറച്ചും കൂടെ ബെറ്റർ ആവുമെന്ന് വെച്ചിട്ട് അവർ BTSൻ്റെ പാട്ടൊക്കെ ഇട്ട് തന്നു. അപ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് ആദ്യമേ കണ്ടപ്പോൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒന്നുകൂടെ എടുത്തൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം ഫോട്ടോസ് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു കേട്ടോ. ഇത് റീക്രിയേറ്റ് ചെയ്ത വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. സോ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പം പറഞ്ഞു ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്തിട്ട് പോകാം എന്ന്. അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ മെയിനായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു പ്ലേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചിട്ടും ഇതാണ് ഒരു മരം. അത് ഒരു മരമാണോ അത് ഒരുപാട് മരമാണോ എന്ന് അറിയത്തില്ല, പക്ഷെ നല്ല രസമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആ പുള്ളി ഇങ്ങനെ നിൽക്കുന്നതാണ്. നല്ല ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറുള്ള ഒരു പ്ലേസാണ്. അപ്പം ആ ചേട്ടൻ ഓൾറെഡി അവിടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ സെപ്പറേറ്റ് ചെയ്തു. കുറേ റോ പിക്സൊക്കെ എനിക്ക് അയച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് അവിടെ ഇതേപോലെ വേറെ ഫോട്ടോഷൂട്ട്സൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ കൊണ്ടുവന്ന് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളി പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞു ഫോട്ടോഷൂട്ടിൻ്റെ വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.